ഐ ഹാവ് ആൻ ഐഡിയ. ഒരു ബാറ്റ് കിട്ടും. ഞാൻ പറയാം, ബാറ്റ് കിട്ടും. ഇത് മതിയോ? ആ ഉള്ളതായി. ശരി, ഇനി ജോമിയെ ഡെസ്കിലേക്ക് വിളിച്ചു വരുത്തണം. എന്നിട്ട് അവനോട് പതിയെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ അവന്റെ ബാക്കിൽ പോയി തക്കം പാത്തിരിക്കണം. എന്നിട്ട് അവന്റെ ശ്രദ്ധ മുഴുവൻ മാറിയെന്ന് മനസ്സിലാക്കുന്ന മൊമെന്റിൽ, ആ റൈറ്റ് മൊമെന്റിൽ ഈ ബാറ്റ് എടുത്ത് അവിടെ തല നോക്കി എടാ, ഇത് സൂര്യ കോമഡിയാണ്, മാർക്കൊന്നുമില്ല. അവന്റെ ഒരു വയലൻസ്. നീ ഇവിടെ വന്നിരുന്നാണ് ഒരു മനക്കൊരു പരിപാടി. അതെ, എനിക്കൊരു വാട്ടർ ബോട്ടിൽ വേണം, പ്ലാസ്റ്റിക്, അത് കട്ടി കുറഞ്ഞത്. അല്ല, ഈ വെള്ളമൊക്കെ വെച്ചോണ്ട് എന്ത് ചെയ്യാനാ? മതി. ഓക്കെ, ഞാൻ പ്ലാൻ പറയാം. ഞാൻ ജോമിയെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു വരുത്തും. അവൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ എന്നെ കാണില്ല, അന്വേഷിക്കും. നിങ്ങൾ അവനെ എൻഗേജ്ഡ് ആക്കി ഇവിടെ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് നിർത്തുക. ഞാൻ ഒളിച്ചിരുന്ന് അവന്റെ പിറകെ കൂടെ വന്ന് അവന്റെ മർമ്മം നോക്കി ഒരു പ്രഹരം കൊടുക്കും. ഓക്കെ, കാര്യങ്ങളെല്ലാം ഓക്കെ ആവുന്നു. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഓക്കെ ജോമി, ഒന്നിങ്ങ് പാടോ. അതിന്റെ മുകളിൽ മറ്റേ നേരത്തെ എലി മച്ചിലി ഇവിടെ ഓട്ട ഇവിടുന്ന് വന്നെന്ന് ആർക്കറിയാം. ആ മച്ചിലി എലി ഇവിടെ അങ്ങനെ. ഞാൻ പറഞ്ഞില്ലേ. അയ്യോ ജോമി, ജോമി പറ. ആണോ? അയ്യോ, ശരി 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 ശരി. എന്താ നമ്മളിവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന CCTV വഴി മേരി എനിക്ക് കണ്ടത്. ഇതാണോ ഇപ്പൊ ഓഫീസ്? അത് പിന്നെ മാഡം അല്ല, വർക്കുണ്ട്, ചെയ്യാൻ ചെയ്യുവാണല്ലോ അല്ലേ? ബ്രേക്ക് ടൈം അല്ലല്ലോ. അല്ല, വർക്കുണ്ട്. അപ്പൊ ഓ, ഒരു ദിവസം ഞാൻ ഇല്ലെന്ന് വെച്ചാൽ പിന്നെ എന്തും ആവാമല്ലോ. അതെങ്ങനാ? ഉത്തരവാദിത്വം ഇല്ലാത്ത മുതലാളിമാരെ കണ്ടാണല്ലോ നീയൊക്കെ പഠിക്കുന്നത്. 2 ദിവസം ലീവ് എന്ന് പറഞ്ഞിട്ട് എഴുന്നള്ളിയത്. ആ, അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇല്ലാത്തപ്പോ നീയൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓ, സീക്രട്ട് ഇൻവെസ്റ്റിഗേഷൻ. കൊള്ളാം 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 കൊള്ളാം. മതി മതി ഇവിടെ കറങ്ങി തിരിഞ്ഞിരിക്കുന്നത്. രണ്ടുപേരും അവരവരുടെ ഡെസ്കിലേക്ക് പോയേ. ഞങ്ങൾ ഇവിടെ ഒരു മീറ്റിംഗിലാണ്, അത് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റൂ. മീറ്റിംഗ്? മീറ്റിങ്ങിനല്ലേ ഇവിടെ കോൺഫറൻസ് ഹാളുള്ളത്? എന്ത് ഇവിടെ വെച്ച് മീറ്റിംഗ് എടുക്കാൻ പാടില്ലെന്ന് വല്ല നിയമമുണ്ടോ? എന്നാ പിന്നെ അതങ്ങ് പൂട്ടിയിടാ. ആ, ഞാൻ ചിലപ്പോ പൂട്ടിയിടും, ചിലപ്പോ അതിനകത്ത് പുല്ല് വളർത്തും, 4 ആടിനെ വാങ്ങിച്ച് കെട്ടും മേയ്ക്കും. എന്തേ? അതെ, ഇവിടെ നിന്ന് ആരും പോണില്ല. ഇനി എന്ത് മല മറിച്ച വർക്ക് ഉണ്ടെങ്കിലും പോണില്ല. ടോമി, ഇത് പ്രശ്നം ഉറപ്പുള്ള കാര്യമാണ്. ചൂടായാ പോയേ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഐ വിൽ മാനേജ്. അല്ല ടോമി, ഇവിടെ ഇരുന്നാ മതിയോ? ജോമിയുടെ തലമുണ്ടൊക്കെ അടിക്കണ്ടേ? അയ്യോ, ഞാൻ ആ കാര്യം മറന്നുപോയടാ. അല്ല അല്ല, നിങ്ങളുടെ പ്ലാൻ എന്താ? പ്ലാൻ എന്തോന്ന് ഇവൻ പറഞ്ഞത് തന്നെ പ്ലാൻ. ബാറ്റിന് വരും കുപ്പി, അത്രേ ഉള്ളൂ വ്യത്യാസം. ഇടറാ കുപ്പി. ജോബി, ഓ, എനിക്ക് പുതിയൊരു ക്ലയന്റിനെ കിട്ടിയിട്ടുണ്ട്. സൂപ്പർ. ആരാണ്? എന്താണ്? പറ പറ പറ. ആരാണ് എന്താണെന്നൊക്കെ ഞാൻ പറയാം. ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചേക്കണം. എന്റെ സംസാരത്തിലല്ലാതെ വേറെ എവിടെയും ശ്രദ്ധ പോകാൻ പാടില്ല. അതെന്ത്? ഇവിടെ അതൊരു കൊലസ്റ്റ് പിടിച്ച ക്ലയന്റാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവസാനം കലിപ്പിലാവും. ഓക്കെ, എങ്കിൽ പറ. നമ്മുടെ ഈ ക്ലയന്റിന് കേരളത്തിൽ
12 ഹോട്ടൽസ് ഉണ്ട്. ഓക്കെ. അവിടെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ഡിഷ് ഉണ്ട്. ഓക്കെ, ഇവിടെ ആ ഡിഷിന്റെ റെസിപ്പി അവരൊരു പാക്കറ്റിലാക്കി മാർക്കറ്റ് ചെയ്യാൻ പോകും. അതിന്റെ മാർക്കറ്റിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൽ അടങ്ങിയിരിക്കുന്നത് മഞ്ഞൾ, ഗ്രാമ്പു, വെള്ളം കുടിക്കണ്ട, വെള്ളം കുടിക്കേ. കുടിച്ചോ? എനിക്ക് ദാഹികൾ നിനക്ക് ഇങ്ങനെ മനസ്സിലായി? മുഖത്ത് വല്ലാത്തൊരു വരൾച്ച. ഇനി പറ, ബാക്കി പറ. ബാക്കിയൊന്നുമില്ല, ഇത് മാർക്കറ്റ് ആണ്, അത്രേ ഉള്ളൂ. അത് നമ്മൾ ഏറ്റവും പറ. വെള്ളം കുടിപ്പിക്കില്ല. എന്തായിട്ടുണ്ടാവും? ഫലം നടന്നിട്ടുണ്ടാവോ? വരാത്തേ ആദ്യം അടിച്ചു. ഇടി അവനെങ്ങ് അടിച്ചില്ല, ടൈമിങ് എത്തിപ്പോയി. ഒന്നും നടന്നില്ല അല്ലേ? എന്റെ പൊന്നു ടൂമി, നിനക്ക് അടിക്കാൻ വലിയ പറയാൻ പാടില്ല. ഞാൻ അടിക്കില്ലാണോ? വരുമ്പോ ഞാൻ എന്ത് ചെയ്തു? നിന്റെ ടൈമിങ് എത്തിപ്പോയില്ലേ? എടാ ഞാനാണ് ടൈമിങ് എത്തിച്ചേ. നീ അവിടെ ചെന്നിരുന്ന കാര്യം പറഞ്ഞ് ഒരു പീക്ക് എത്തിപ്പെടുത്തിട്ട് ഞാൻ അടിക്കാൻ വാങ്ങി. ആ സമയത്ത് അവ കുനിയൊന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതാ പറ, നോക്കി കൊണ്ട് അടിക്കണം. ആ, ഇനി തൊട്ട് അടിക്കാൻ പോകുമ്പോ ഞാൻ പറയാം, ജോമി കുനിയല്ലേ, ജോമി കുനിയല്ലേ, ഞാൻ അടിക്കാൻ വരുന്നുണ്ടെന്ന്. ഓ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തല്ലുകൂടാതെ ഒന്ന് നിർത്ത്. നിങ്ങൾക്ക് എന്തായാലും പറ്റിയില്ലോ, ഞങ്ങൾ ചെയ്തോളാം. അതെ. അയ്യോ, ഇതിങ്ങനെ പൂ പോലെ പോയി അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അതിനുള്ള ആരോഗ്യമുണ്ട്. ആരോഗ്യമുള്ള 2 മഹാമാരി ചെയ്തിട്ട് നടന്നില്ലല്ലോ. ഇനി ആരോഗ്യമില്ലാത്ത ഞങ്ങൾ ചെയ്തോളാം. കുപ്പിലാണ് മീനു, ഫസ്റ്റ് ആ കുപ്പിയിലുള്ള വെള്ളം കളയണം. കമോ, വാ, കാണിച്ചു തരാം. വട്ട് കേസ് കളിയാ, ഒറ്റയ്ക്കൊക്കെ എന്തോ കളിച്ചിട്ട് പോണു. ഇവർക്ക് വർക്കില്ല കളിയാ, വട്ടളവ് കളിയാ. 2 രൂപ. വരും. നമുക്ക് അറിഞ്ഞു പോണം. ഒന്നും അറിയാത്തോടെ പോയാ നടന്നിട്ടില്ല. ചാടിക്കെട്ടി തുള്ളി പോയപ്പോഴേ അറിയായിരുന്നീ. പറ്റില്ലെങ്കിൽ പരിപാടിക്ക് നിൽക്കരുത്. ഇപ്പൊ സ്കോർ 0-0. അതെ, നമ്മൾ ഇങ്ങനെ കിടന്ന് മത്സരിച്ചിട്ട് ഒരു കാര്യം. ഈ പ്രശ്നം സോൾവ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാനിനനുസരിച്ച് അവരെ തലക്കിട്ടൊന്ന് കൊടുക്കണം. ജോമി എവിടെ? ജോമി ഇപ്പോ ക്യാബിനിലോട്ട് പോയി വേണം. അവന്റെ അമ്മച്ചി വിളിച്ചായിരുന്നു, അവന്റെ ഫോണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന്. അത് ഞാൻ പോയി പറയാം. വേണ്ട വേണ്ട, എന്റെ നാത്തൂൻ എന്നെയാ വിളിച്ചത്, ഞാൻ തന്നെ തിരിച്ചു വിളിച്ചു കൊടുത്തോളാം. അയ്യോടാ പാവം, എത്രയൊക്കെ പറഞ്ഞാലും നല്ല സ്നേഹമുണ്ട് കേട്ടോ ഈ മേരാൻറ്റിക്ക്. ഉണ്ട്. അവരെ എന്താണ് ആ അമ്മായി വിളിച്ച് പറഞ്ഞെന്നുള്ളത് അറിയണം. അതിന് ഇവരുടെ ഫോണിൽ നമ്പർ റെക്കോർഡ് ഓൺ ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് കേൾക്കാമല്ലോ. ക്രൂക്കഡ് നമ്മളുണ്ടല്ലോ ഈ നിക്കറി തൂറ് നമ്മളാരും തൊട്ട് ഇവരെ കാണുന്നത്.
ഇവരെ നമുക്ക് പഠിക്കാൻ വേണ്ടി 18 പറയും ഇപ്പൊ കേട്ടോ. അവര് മാനത്ത് കാണുമ്പോൾ ഞാൻ വീട്ടിൽ ഇരുന്ന് ഓട്ടിട്ടിരിക്കാം കേട്ടാ. നിന്റെ അമ്മച്ചി വിളിച്ചായിരുന്നു നിന്നെ. ഹേ മേഡം ആകുന്ന മേരി മാമി, നിങ്ങൾക്ക് നാണമുണ്ടോ, മാനമുണ്ടോ, അന്തസ്സുണ്ടോ? നിങ്ങളടുത്ത് ഞാൻ എന്താണ് പറഞ്ഞത്? ഒരു ബെറ്റ് വെച്ചാൽ ബെറ്റ് ആയിരിക്കണം. ഇന്നേക്ക് 3-ാം നാളെന്നല്ലേ പറഞ്ഞത്? ഇത് 24 മണിക്കൂറിനാവുന്നതിന് മുമ്പ് നിങ്ങൾ വീട്ടിൽ വിളിച്ച് അമ്മച്ചിയുടെ അടുത്തൊക്കെ പറയേണ്ട കാര്യം എന്താണ്? ഞാൻ തോറ്റിട്ടില്ല, തോക്കയില്ല. ഞാൻ പറഞ്ഞതുപോലെ 3-ാം നാൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ക്ലയന്റുമായിട്ട് വന്നിരിക്കും. അതിനിടയിൽ നിങ്ങൾ കയറി വന്ന് ഉണ്ടാക്കരുത്. അത് കഴിഞ്ഞിട്ട് മതി നിങ്ങളുടെ വിളയാട്ടം. ഇതാ അവനിത് എന്ത് പറ്റി? എന്ത് അവൻ എന്തൊക്കെയോ പിച്ചും പേരൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. ക്ലൈന്റ് എന്നോ ബെറ്റ് എന്നോ 3 ദിവസം എന്നോ. അപ്പൊ 2-3 ദിവസമായിട്ടേ ഉറക്കം കൊണ്ട് ശരിയായിട്ടില്ല. അതിന്റെ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ഉറങ്ങിയ മാറേണ്ട പ്രശ്നം അല്ലേ ഉള്ളൂ. അഥവാ ഇപ്പൊ പ്ലാൻ വർക്കൗട്ട് ആയില്ലെങ്കിലും എന്താ പ്ലാൻ എന്നറിയില്ലല്ലോ. സംഭവം സിമ്പിളാണ്. ജോമി ഇപ്പൊ ഈ വഴി വരുന്നു, നമ്മൾ ഒഴിച്ചിരിക്കുന്ന എണ്ണയിൽ അവൻ ചവിട്ടുന്നു, തെന്നി അടിച്ച് വീഴുന്നു, തലയിടിക്കുന്നു, അവന്റെ പോയ കിളി തിരിച്ചു വരുന്നു, ഓക്കെ ആവുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല ടോമി, സപ്പോസ് അവൻ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ചാത്തന്മാരവനെ വരുത്തും. പോയി എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ നോക്കടാ. ഇല്ലേ? അയ്യോ ജോബി ഓടി വരണേ. വരുന്നുണ്ട്. ഇപ്പൊ നോക്കിയേ, നോക്കിയപ്പോ എല്ലാം ഓക്കെ ആയിട്ട് ജോമി ഇപ്പൊ വരും. അത് പണിയൊന്നുമില്ല ആർക്കൂടെ. തലയിടിച്ച് വീണു. വീണോ? ഒന്നും പറ്റില്ല. ഒരു സമരം വിളിയൊക്കെ കേട്ട്. അല്ലല്ല, തോന്നിയായിരിക്കും ചിലപ്പോ. ഒരു കോഫി. ശരി. ജോമി, ഞാൻ ഇന്ന് നേരത്തെ ഇറങ്ങുക. ഒന്ന് ഓഫീസിലോട്ട് അങ്ങോട്ട് വരും. ഇന്നും രാത്രി വിളിക്കാൻ. മാറിയാ? അതെ, പോയ കിളി വന്നു, പക്ഷെ ഉള്ള കിളി പോയി. ആംബുലൻസ് വിളിയടാ.